കഥ കേട്ടാലോ? ഗോപാലേട്ടൻ്റെ കഥ. പണ്ട് പണ്ട് നങ്ങേലി എന്നു പേരായ അമ്മയും അമ്മയുടെ ഏക മകനായ ഉണ്ണിയും വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത്. ഉണ്ണി വലുതായി. ഉണ്ണിക്ക് ഗുരുകുലത്തിൽ പോകാനുള്ള പ്രായമായി. ഉണ്ണിയെ ഗുരുകുലത്തിൽ അയക്കണം. പക്ഷേ ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ഒരു കാടുണ്ട്. ചെറിയ കാടാണ്, വലിയ മൃഗങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കൊച്ചുകുട്ടിക്ക് പേടിക്കാൻ ഈ കാടൊക്കെ ധാരാളമാണ്. ഉണ്ണിയെ അടുത്ത് വിളിച്ച് നങ്ങേലി പറഞ്ഞു, ഉണ്ണി, അമ്മയുടെ കുട്ടി വലിയ കുട്ടിയായിരിക്കുന്നു. ഇനി ഗുരുകുലത്തിലേക്ക് പോകണം. പക്ഷേ ഉണ്ണിയുടെ കൂടെ ഉണ്ണിക്ക് കൂട്ടുവരാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അമ്മ ജോലിക്ക് പോയാലല്ലേ അമ്മയുടെ മോനെ അമ്മയ്ക്ക് നോക്കാൻ കഴിയും. അമ്മയുടെ കുട്ടി ഒറ്റയ്ക്കാ പോവുക. വഴിമധ്യേ അമ്മയുടെ മോന് പേടിയായാൽ എൻ്റെ ഗോപാലേട്ടാന്ന് വിളിച്ചാൽ മതി. ഗോപാലേട്ടൻ വരും അമ്മയുടെ മോൻ്റെ തുണയ്ക്ക്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗുരു എല്ലാ കുട്ടികളെയും വിളിച്ച് പറഞ്ഞു, കുട്ടികളെ, നാളെ എൻ്റെ ജന്മദിനമാണ്. നിങ്ങളെല്ലാവരും എനിക്കൊരു സമ്മാനം തരണം, നല്ല സമ്മാനം തരണം. കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോയി. ഉണ്ണി വന്ന് നങ്ങേലിയോട് പറഞ്ഞു, അമ്മേ അമ്മേ, നാളെ എൻ്റെ ഗുരുനാഥൻ്റെ പിറന്നാളാണ്. എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു, മോനെ, അമ്മയുടെ കയ്യിൽ സമ്മാനം വാങ്ങാനുള്ള പണമില്ലല്ലോ. മോൻ്റെ ഗോപാലേട്ടനോട് പറഞ്ഞോളൂ. ഉണ്ണി പിറ്റേന്ന് ഗുരുകുലത്തിലേക്ക് പോയി. ജന്മദിനത്തിന് എല്ലാ കുട്ടികളും ഗുരുനാഥന് നല്ല നല്ല സമ്മാനങ്ങൾ കൊണ്ടുവന്നു. ഉണ്ണിയോട് ചോദിച്ചു, എന്താ ഉണ്ണി നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്? ഉണ്ണി കയ്യിലുള്ള ഇലക്കുമ്പിൾ നീട്ടി. ഇലക്കുമ്പിളിൽ നിറയെ പാലുണ്ടായിരുന്നു. ഗുരുനാഥന് അത് കണ്ട് ദേഷ്യമാണ് വന്നത്. നല്ല നല്ല സമ്മാനങ്ങൾ എല്ലാ കുട്ടികളും തന്നു. ഉണ്ണിക്ക് എന്നോട് തീരെ ആത്മാർത്ഥതയില്ല, എന്നോട് തീരെ ഗുരുഭക്തിയില്ല. അതുകൊണ്ടല്ലേ ഒരു ഇലക്കുമ്പിളിൽ കുറച്ച് പാല്. ഗുരുനാഥന് ദേഷ്യം പിടിച്ചു. പക്ഷേ ഗുരുനാഥൻ വല്ലാതെ അതൊന്നും പ്രകടിപ്പിക്കാൻ നിന്നില്ല. ഗുരുനാഥൻ ഗുരുപത്നിയെ വിളിച്ചു പറഞ്ഞു, ഭവതി, ഇത് കൊണ്ടുപോയി ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വയ്ക്കൂ. ഗുരുപത്നി അതും വാങ്ങി അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഗുരുപത്നി ഓടി വന്ന് പറഞ്ഞു, സ്വാമി, ഈ പാല് എത്ര ഒഴിച്ചിട്ടും തീരുന്നില്ല. ഗ്ലാസ്സിലും ചെമ്പുകളിലും ഒക്കെ നിറച്ചു വെച്ചു, എന്നിട്ടും ഈ പാല് തീരുന്നില്ല. ഗുരു നോക്കി. ശരിയാണ്, അടുക്കളയിലെ പാത്രങ്ങളിൽ മുഴുവൻ പാലാണ്. എന്നിട്ടും ഈ ഇലക്കുമ്പിളിൽ വീണ്ടും പാലുണ്ട്. ഗുരുവിന് ഭയങ്കര അധികം സങ്കടവും സന്തോഷവും ഒരുപാട് ആശങ്കയും വന്നു. ഗുരു അവനോട് ചോദിച്ചു, മോനെ, നീ എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ ചെറുതായി കണ്ടു. നിനക്ക് എവിടെ നിന്നാണ് ഈ ഇലക്കുമ്പിളിൽ പാല് കിട്ടിയത്? ഉണ്ണി പറഞ്ഞു, അതെൻ്റെ ഗോപാലേട്ടൻ തന്നതാ. ആരാണ് ഈ ഗോപാലേട്ടൻ? ഗോപാലേട്ടനെ അറിയില്ലേ? മഞ്ഞ പട്ട് ചുറ്റി തലയിൽ മയിൽപ്പീലി ചൂടി ഓടക്കുഴൽ വിളിച്ച് നടക്കുന്ന എൻ്റെ ഗോപാലേട്ടനെ അറിയില്ലേ? ഗുരു ഉണ്ണിയുടെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കൂ ഉണ്ണി എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. എന്ത് സങ്കടമുണ്ടെങ്കിലും ഗുരുവായൂരപ്പന് വരാതിരിക്കാൻ കഴിയൂ? ഭക്തജനപ്രിയനല്ലേ? ഉണ്ണിയുടെ കൂടെ ഗോപാലേട്ടൻ എന്ന പോലെ നമ്മുടെ കൂടെയും ഗോപാലേട്ടൻ വരും. പൂവായും പുഴുവായും നരനായും നരിയായും ഇങ്ങനെ വേണമെങ്കിലും നമ്മളെ എന്നും കാത്തുരക്ഷിക്കാൻ നമ്മുടെ ഗോപാലേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും.